നമസ്കാരം ടീച്ചർമാരെ. പോർഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ 20.6 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോർഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്യുക. പോർഷൻ ട്രാക്കറിന് സെർച്ച് ചെയ്യുന്ന സമയത്ത് പോർഷൻ ട്രാക്കറിൻ്റെ ഇത് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കണം. പോർഷൻ ട്രാക്കർ എടുത്തിട്ട് വാട്സ് ടു നമ്മൾ അമർത്തി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് ഓരോന്ന് എന്തൊക്കെയാണ് എന്ന് നോക്കി നോക്കാം. പഴയ വേർഷൻ 20.5 ആയിരുന്നു, അതിന് 20.6 എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ പറഞ്ഞാൽ അംഗൻവാടി വർക്കർ വിൽ ബി ഏബിൾ പ്ലാൻ സ്റ്റോക്ക് റിക്വയർമെൻറ്റ് ത്രൂ സ്റ്റോക്ക് രജിസ്റ്റർ. ഒരു പുതിയ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് പോർഷൻ ട്രാക്കർ ആപ്പിൽ വന്നിട്ടുണ്ട്. അതാണ് ആദ്യത്തെ അപ്ഡേറ്റ്. രണ്ടാമത്തെ റീവാം AWC മൈഗ്രേഷൻ. അത് AWC മൈഗ്രേഷനിൽ വേറൊരു പുതിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റീവാം ദ ഫീച്ചർ ടു മൈഗ്രേറ്റ് ഫ്രം പ്രഗ്നൻറ്റ് വുമൺ ടു ലാക്ടേറ്റിംഗ് മദർ, അതിനും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ ന്യൂ സ്ക്രീൻ ടു ക്യാപ്ചർ അഡീഷണൽ ഡീറ്റെയിൽസ് ഡ്യൂറിങ് ഡെലിവറി, അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ആധാർ നമ്പർ ഈസ് മാസ്ക് ഡോൺ വെരിഫൈ ആധാർ ലിസ്റ്റ്. ഇതിന് പുറമെ കുറച്ച് മൈനർ ബഗ് ഫിക്സസും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയെന്ന് ആദ്യം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പോർഷൻ ട്രാക്കർ ആപ്പിനെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർഷൻ ട്രാക്കർ ആപ്പിൻ്റെ നമുക്കറിയാമല്ലോ, താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴെ പുതിയ വേർഷൻ ഏതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പുതിയ വേർഷൻ 20.5 നിന്ന് 20.6 ആണ്. ജസ്റ്റ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ആവും. ഫുള്ളായിട്ട് അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ 100% ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. പോർഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നൊക്കെ നോക്കി നോക്കുക. അതിനുവേണ്ടി ലോഗിൻ ചെയ്യണം. കറക്റ്റായിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ ട്രാക്കർ ഹോം പേജിലേക്ക് പോകും. അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് നമുക്ക് നോക്കാം. താഴെ നിങ്ങൾക്ക് പുതിയ വേർഷൻ 20.6 എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ അംഗൻവാടി വർക്കർ വിൽ ബി ഏബിൾ ടു പ്ലാൻ ദെയർ സ്റ്റോക്ക് റിക്വയർമെൻറ്റ് ത്രൂ സ്റ്റോക്ക് രജിസ്റ്റർ. അത് നോക്കാം. ഇപ്പോൾ പോർഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്ത് ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഫാമിലി സർവേയുടെ തൊട്ടപ്പുറത്തായിട്ട് പുതുതായിട്ട് വന്ന സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. അതെന്താണ് നോക്കുക. അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫാമിലി സർവേ എന്താണ് ഒന്നും പറയാത്തത്. അപ്പോൾ ഫാമിലി സർവേ മുകളിലത്തെ ഓഫീസേഴ്സിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റി നമുക്ക് നോക്കിയാൽ പുതിയ അപ്ഡേറ്റിൽ എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് സ്റ്റോക്ക് രജിസ്റ്റർ, പിന്നെ ഏത് മാസത്തെയാണോ മാസം കാണാം. താഴെ THR HCM, THR അഥവാ ടേക്ക് ഹോം റേഷനും HCM ഹോട്ട് കുക്ക്ഡ് മീലിൻ്റെ ഡീറ്റെയിൽസ് കാണാം. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ താഴെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. അതായത് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്റ്റോക്ക് റിക്വയർഡ് ഹാസ് നോട്ട് ബി എൻറ്റേഡ് ബൈ ദി സ്റ്റേറ്റ് ഒഫീഷ്യൽ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. അതാണ് അതിൽ ഒരു ഡാറ്റയും വരാത്തത്. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ എല്ലാ ഡാറ്റയും കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ആഡ് THR റിസീവ്ഡ് എന്ന് കാണാൻ പറ്റും. അതിൽ നമുക്ക് THR എത്ര റിസീവ് ചെയ്ത് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് കാണാൻ ഓരോ കാറ്റഗറിയിൽ എത്ര റിസീവ് ചെയ്തു നമ്മളത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്തിട്ട് താഴെ ഡേറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഒന്നും ബ്ലാങ്ക് ആക്കി വിടുക വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ട. മുകളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഇതേപോലെ തന്നെ ഹോട്ട് കുക്ക്ഡ് മീലാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്റ്റോക്ക് റിക്വയർഡ് ഹാസ് നോട്ട് ബീൻ എൻറ്റേർഡ് ബൈ സ്റ്റേറ്റ് ഒഫീഷ്യൽ എന്ന് കാണാം. അതിന് താഴെ നമുക്ക് കാണാൻ പറ്റും HCMനെ ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് റിസീവ്ഡിൽ പാക്കറ്റായിട്ടാണോ റേഷനാണോ ഏത് രീതിയിലാണോ ആ രീതിയിൽ നമുക്ക് ഏതാണോ എടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ THR കണ്ട പോലെ. പക്ഷെ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട. മീത ഹയർ ഒഫീഷ്യൽ ഇൻഫർമേഷൻ തരുന്ന വരയ്ക്ക് മാത്രം നമുക്ക് ചെയ്യാം. നമുക്ക് ജസ്റ്റ് എടുത്ത് നോക്കാം. ഓരോന്നും എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് പാക്കറ്റാണ്. അതിൽ എല്ലാ കാറ്റഗറി ഉണ്ട്. എത്ര പാക്കറ്റാണ് അടിച്ചിട്ട് ഡേറ്റും അടിച്ചിട്ട് ആഡ് സ്റ്റോക്ക് കൊടുത്തതിന് ആഡ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ പാക്കറ്റ് അല്ലത് റേഷനായിട്ടാണെങ്കിൽ അത് എടുത്തിട്ട് അത് ഇതേപോലെ നമുക്ക് എത്രയാണോ ഗ്രാം, ഇതിൽ ഗ്രാമിലാവും കണക്ക്, അത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടാണ് നമ്മൾ പുതുതായി വന്നിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്ററിൽ പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്യേണ്ട. മീരുന്ന ഹയർ ഒഫീഷ്യൽ ഇൻഫർമേഷൻ തരുന്ന മുറയ്ക്ക് നമുക്ക് ചെയ്യാം. ഫാമിലി സർവേയുടെ പറഞ്ഞ അതേപോലെ തന്നെ. സ്റ്റോക്ക് രജിസ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. റിവാംപ് AWC മൈഗ്രേഷൻ. അതായത് AW മൈഗ്രേഷനിൽ ചെറിയ നവീകരണം, ഒരു കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം നമ്മൾ AWC മൈഗ്രേഷൻ ഒരു സെൻറ്ററിൽ നിന്ന് വേറെ നമ്മുടെ സെൻറ്ററിലേക്ക് വരുന്ന ആൾക്കാരെ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ മോറ് പോയിട്ട് AWC മൈഗ്രേഷൻ എടുക്കുക. താഴെ AWC മൈഗ്രേഷൻ അമർത്തുക. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആധാർ നമ്പർ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരുന്നത്. ഫോൺ നമ്പർ വേണ്ടി വരും. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം AWC മൈഗ്രേഷൻ എടുക്കുന്ന ഫോൺ നമ്പർ, അതായത് ആ സെൻറ്ററിൽ ഏത് ഫോൺ നമ്പർ വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്ത് ആ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ആ ബെനിഫിഷ്യറിനെ നമ്മുടെ ബെനിഫിഷ്യറിയിലേക്ക് എടുക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക
ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഉണ്ടാവണം. അതിലേക്ക് OTP പോവും. ആ OTP നമ്മൾ അമർത്തി കൊടുക്കണം. അതേപോലെ തന്നെ ആധാർ നമ്പറും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ആ രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറി ഫോൺ നമ്പർ അടിക്കുകയാണ്. ഫോൺ നമ്പർ ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഈ ഫോൺ നമ്പർ ഫുൾ അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിഷ്യറിക്ക് നമ്പറിലേക്ക് ഒരു OTP പോകും. ആ പോകുന്ന OTP നമ്മൾ കറക്റ്റായി എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ AWS മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്ത അതേ ഫോൺ നമ്പർ അടിക്കും വേണം. ആ ഫോൺ നമ്പറിലേക്ക് പോകുന്ന OTP കറക്റ്റ് 5 മിനിറ്റിനുള്ളിൽ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് AWS മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ ഇത്തിരി കൂടി വൃത്തിയുള്ള രീതിയിൽ നന്നായിട്ടുണ്ട്. മുമ്പത്തേക്കാൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി ഈസിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം OTP വെയിറ്റ് ചെയ്യുക. OTP അവർ പറഞ്ഞു തരുന്നതൊക്കെ ആ OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. എത്രയാണോ വന്ന OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ആയിക്കാൻ ആ ബെനിഫിഷ്യറി ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബെനിഫിഷ്യറി അവിടെ ആധാർ വെരിഫൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, അതിൻ്റെ ഏറ്റവും ആദ്യം ഒരു നോട്ട് കണ്ടോ? ആ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് അംഗൻവാടി സെൻറ്ററിൽ നിന്നാണോ ഒരു ബെനിഫിഷ്യറി എടുക്കുന്നത് അവിടെ ആ ബെനിഫിഷ്യറി ആധാർ വെരിഫൈ ആയിരിക്കണം. അങ്ങനെ ആധാർ വെരിഫൈ ആയ ആളെ മാത്രമേ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഥവാ ആധാർ വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിഷ്യറി ആധാർ അവിടെ വെരിഫൈ ചെയ്യാൻ പറയും. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ സെൻറ്ററിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബെനിഫിഷ്യറിയുടെ പേര്, അതേപോലെ ഒരു ഹസ്ബൻഡിൻ്റെ പേര്, ഏജ്, ജെൻഡർ, പിന്നെ ഏത് അംഗൻവാടി സെൻറ്ററിലാണ് കറൻ്റ്ലി ഉള്ളത് അതടക്കം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് താഴെ അവർ ആധാർ വെരിഫൈ ആയതുകൊണ്ട് കാണാൻ പറ്റും ഒരു 2 പച്ച ടിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. താഴെ മൊബൈൽ നമ്പർ കാണുന്നുണ്ടാകും, പക്ഷേ മൊബൈൽ വെരിഫൈ ആയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പച്ച ടിക്ക് 2 കാണാത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മൾ ഈ ബെനിഫിഷ്യറി മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈലും കൂടി വെരിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു OTP വരും. നിങ്ങൾക്കറിയാം മൊബൈൽ വെരിഫൈ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു OTP ആവശ്യമാണ്. ഇത് ഓൾറെഡി മൊബൈൽ വെരിഫൈ ചെയ്യാത്ത ബെനിഫിഷ്യറി കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് കൊടുത്താൽ വീണ്ടും ഒരു OTP വരും. അത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനാണ്, അംഗൻവാടി സെൻറ്റർ മൈഗ്രേഷന് വേണ്ടിയിട്ടല്ല. അംഗൻവാടി സെൻറ്റർ മൈഗ്രേഷൻ ഓൾറെഡി മൊബൈൽ വെരിഫൈ ചെയ്ത ആളാച്ച ഒരൊറ്റ OTP വരുള്ളൂ, പിന്നെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കൊണ്ടു. ഇപ്പോൾ ആൾ വെരിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വെരിഫൈ ആൻഡ് മൈഗ്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ബെനിഫിഷ്യറിക്ക് ഒരു OTP പോകും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, വെരിഫൈ മൈഗ്രേറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഒരു OTP വീണ്ടും പോകും. അത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഇതിൽ നമ്മൾ 2 കേസാണ് പറയുന്നത്. നമ്മൾ ഒരു കേസും കൂടി നോക്കി നോക്കാം. അതായത് മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. ഇത് നമ്മൾ പറയുന്ന മൊബൈൽ നമ്പർ വെരിഫൈ ആവാത്തൊരു കേസിൽ നമുക്ക് 2 OTP വരും. അതായത് ആദ്യം AWS മൈഗ്രേഷൻ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പറും കൂടി വെരിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2ാമത്തെ OTP കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് അതും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അംഗൻവാടി സെൻറ്റർ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഒരു ആധാർ നമ്പറും കൂടി അടിച്ചു കൊടുക്കണം. ആ ബെനിഫിഷ്യറി ആധാർ നമ്പറും കൂടി അടിച്ചു കൊടുക്കുന്ന സമയത്താണ് കംപ്ലീറ്റ് ആവുക. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് OTP അടിച്ചു കൊടുക്കുക. OTP അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആധാർ നമ്പർ അടിക്കാൻ വരും. അപ്പോൾ ആ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ ഒരു തെറ്റും ഇല്ലാതെ കറക്റ്റായിട്ട് അടിക്കുക. ശ്രദ്ധിക്കണം, ആധാർ നമ്പർ അടിക്കുന്ന സമയത്ത് തെറ്റ് വരരുത്. നമ്മൾ ഫോൺ നമ്പർ പറഞ്ഞ പോലെ ആധാർ നമ്പറും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ആധാർ നമ്പർ കറക്റ്റായി അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് എന്ന് അമർത്തുന്ന സമയത്ത് അംഗൻവാടി സെൻറ്റർ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ സബ്മിറ്റ് നമ്മൾ അമർത്തുകയാണ്. സബ്മിറ്റ് അമർത്തുന്ന സമയത്ത് കണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏത് സെൻറ്ററിൽ നിന്നാണ് ബെനിഫിഷ്യറിയുടെ പേര്, അതേപോലെ ഏത് സെൻറ്ററിൽ നിന്ന് ഏത് സെൻറ്ററിലേക്കാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. കറക്റ്റായിട്ട് അപ്പോൾ അത് വരും. 12 മണിക്കൂറിൽ ആ ബെനിഫിഷ്യറി അവിടെ നിന്ന് മാറിയിട്ട് ഇവിടേക്ക് വരികയും ചെയ്യും. ഈ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിലാണ് ഇത്തവണ അവർ അപ്ഡേറ്റിൽ ചെയ്തിരിക്കുന്നത്. അത് ഏത് സെൻറ്ററിൽ നിന്ന് ഏത് സെൻറ്ററിലേക്കാണെന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ AWS മൈഗ്രേഷൻ കറക്റ്റായി നടക്കുന്നുണ്ട്. ആളുടെ ബെനിഫിഷ്യറിയുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. കറക്റ്റായിട്ട് ഇപ്പോൾ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയിട്ട് പച്ച ടിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി പ്രോഗ്രസ്സിലാണ്. ഒരു 12 മണിക്കൂറിനുള്ളിൽ ആ ബെനിഫിഷ്യറി പഴയ സെൻറ്ററിൽ നിന്ന് പുതിയ സെൻറ്ററിലേക്ക് മൈഗ്രേറ്റ് ആവുന്നതായിരിക്കും. ഇത് ഈ അപ്ഡേറ്റിൽ വന്ന നല്ലൊരു മാറ്റമാണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആകെ ഒരു കാര്യമേ ഉള്ളൂ, ആധാർ വെരിഫൈ ആയ ബെനിഫിഷ്യറി മാത്രമേ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു കേസ് നോക്കി നോക്കാം. അടുത്തത് AWS ഈ അമ്മയുടെ തന്നെ ഒരു കുട്ടി 6 to 3 മന്തിലുണ്ട്. അതിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ആ നമ്പർ നമുക്ക് അടിച്ചു നോക്കി നോക്കാം. അത് ഓൾറെഡി ആ മൊബൈൽ വെരിഫൈഡ് ആണ്. ആ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ ഫോൺ നമ്പർ അടിക്കുകയാണ്. കാരണം AWS മൈഗ്രേഷന് വേണ്ടിയിട്ട് ആ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ആ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിലേക്ക്
ഒരു OTP പോവും. ആ OTP വരുന്നത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, OTP കിട്ടുന്ന രീതിയിലായിരിക്കണം ബെനിഫിഷ്യറി ഉണ്ടായിരിക്കേണ്ടത്. അതനുസരിച്ച് മാത്രമേ AWS മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോൺ നമ്പറും കൊടുക്കുന്നത് പഴയ സെൻറ്ററിൽ ഏത് നമ്പറാണോ ടീച്ചർ കൊടുത്തിരിക്കുന്നത് ആ സെയിം നമ്പർ കൊടുക്കണം. മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആ നമ്പർ തന്നെ കൊടുത്തിട്ട് ആ നമ്പറിലേക്കായിരിക്കും OTP പോവുക. ആ നമ്പർ കിട്ടുന്ന OTP കറക്റ്റായിട്ട് 5 മിനിറ്റ് സമയമായിരിക്കും ഉണ്ടായിരിക്കുക. ആ കറക്റ്റ് 5 മിനിറ്റ് സമയത്തിനുള്ളിൽ കറക്റ്റായിട്ട് ആ OTP എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്താണ് AWS മൈഗ്രേഷൻ കറക്റ്റായിട്ട് നടക്കുക. ഇപ്പോൾ നമുക്ക് OTP കിട്ടിയിട്ടുണ്ട്. അപ്പോൾ OTP കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് OTP അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുകയാണ്. വെരിഫൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ അതേപോലെ തന്നെ വരും, ഫുൾ ലിസ്റ്റ് വരുന്ന സമയത്ത് കണ്ടോ, ഇതിൽ നോട്ടുണ്ട് ആധാർ വെരിഫൈ ആയ ആൾക്കാരെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താഴെ ഡീറ്റെയിൽസ് കാണാം. ഇത് കുട്ടിയുടെയാണ്, പക്ഷേ അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേര്, ഏജ്, കുട്ടിയുടെ ഏജ്, അതേപോലെ ഏതാണ് ജെൻഡർ, പിന്നെ ഏത് അംഗൻവാടി എന്നാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആധാറും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും രണ്ടും വെരിഫൈഡായി കിടക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വെറും മൈഗ്രേറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മുമ്പ് മൊബൈലും വെരിഫൈ ചെയ്ത് മൈഗ്രേറ്റ് എന്നായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ വെറും മൈഗ്രേറ്റ് എന്നേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് മൈഗ്രേറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് OTP വരില്ല, കാരണം നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കണം. ഈ കുട്ടിയുടെ അമ്മയുടെ ആധാർ വെച്ചിട്ട് തന്നെയാണ് വെരിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് AWS മൈഗ്രേഷൻ വഴി ആ പഴയ സെൻറ്ററിൽ നിന്ന് പുതിയ സെൻറ്ററിലേക്ക് വരും. അപ്പോൾ ആധാർ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കണം, ആധാർ നമ്പറും അതേപോലെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കണം. കറക്റ്റായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ബെനിഫിഷ്യറിനെ ആ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പഴയ സെൻറ്ററും പുതിയ സെൻറ്ററും കാണാൻ പറ്റും. 12 മണിക്കൂറിനുള്ളിൽ ആ ബെനിഫിഷ്യറി ഈ സെൻറ്ററിൽ വരികയും ചെയ്യും. അതിന് 12 മണിക്കൂറോളം സമയം എടുക്കുന്നു മാത്രം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും AWS മൈഗ്രേഷൻ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം, ആധാർ നമ്പർ വെരിഫൈ ആയി മാത്രമേ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ OTP കിട്ടുന്ന രീതിയിലായിരിക്കണം. ഓൾറെഡി ആ ബെനിഫിഷ്യറി മൊബൈൽ വെരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ 2 വട്ടം OTP വരും. ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. AWS മൈഗ്രേഷൻ ഒന്നും കൂടി എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 പേരെ മൈഗ്രേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീവാം ദ ഫ്യൂച്ചർ ടു മൈഗ്രേറ്റ് ഫ്രം പ്രഗ്നൻറ്റ് മദർ ടു ലാക്ടേറ്റിംഗ് മദർ. അതിലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ ഒരു പ്രഗ്നൻറ്റ് മദറിൽ നിന്ന് ലാക്ടേറ്റിംഗ് മദറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ബെനിഫിഷ്യറിയുടെ പേരെടുക്കാം. പേരെടുത്തതിന് ശേഷം നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ PM ടു മൈഗ്രേറ്റിംഗ് ടു ലാക്ടേറ്റിംഗ് മദർ തന്നെയാണ് എടുക്കേണ്ടത്. ബെനിഫിഷ്യറിയുടെ പേരെടുക്കുക. പേരെടുത്തതിന് ശേഷം അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനൊപ്പം തന്നെ കുട്ടിയുടെ നിർബന്ധമായിട്ടും ബർത്ത് വെയ്റ്റും അടിച്ചിട്ട് കുട്ടീനെയും കൂടി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ഒരു പ്രോസസ്സ് ഈ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബെനിഫിഷ്യറീനെ എടുക്കാം. സൈഡിലെ 3 കുത്ത് അമർത്തിയിട്ട് മൈഗ്രേറ്റിംഗ് ടു ലാക്ടേറ്റിംഗ് മദർ കൊടുക്കുക. അത് അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില മാറ്റങ്ങൾ. സാധാരണ കാണുന്ന വിൻഡോ ആയിരിക്കില്ല, വിൻഡോയിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ അവരുടെ ഏജ്, അതേപോലെ എത്ര പ്രഗ്നൻസി മന്ത്, ഈ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്നാണ്, പേര്, ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഡേറ്റ് ഓഫ് ഡെലിവറി കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക. കറക്റ്റായി ഡേറ്റ് ഓഫ് ഡെലിവറി എൻട്രി ചെയ്തതിന് ശേഷം താഴത്തേക്ക് ഓരോന്നോരോന്ന് വരുന്നുണ്ട്, അത് ഓരോന്ന് എൻട്രി ചെയ്യുക. അപ്പോൾ ആദ്യം ഡേറ്റ് ഓഫ് ഡെലിവറി എന്നാണോ കുട്ടി ജനിച്ചതായി കറക്റ്റ് ഡേറ്റ് എൻട്രി ചെയ്യുക. അതിന് ശേഷം താഴെ കാണാൻ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് ഡെലിവറി, അപ്പോൾ ഒരു ഹോസ്പിറ്റലാച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പിന്നെ കുട്ടിയുടെ ജെൻഡർ ഏതാണ് അത് കൊടുക്കുക. ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക. അതിന് ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് അനുസരിച്ച് കറക്റ്റായിട്ട് ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും കൂടി എൻട്രി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എൻട്രി ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടിയുടെ ഡീറ്റെയിൽസും കൂടി എൻട്രി ചെയ്തിട്ട് കുട്ടീനെ ഒപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എല്ലാം കംപ്ലീറ്റ് ആവുക. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല മെത്തേഡാണ്. കാരണം ഒരു പ്രഗ്നൻറ്റ് മദർ ലാക്ടേറ്റിംഗ് മദർ ആകുമ്പോൾ കുട്ടിയും കൂടി ജനിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് ഒരേ സമയത്ത് എൻട്രി വരികയാണ്. അപ്പോൾ ഇത് ഇത്ര എൻട്രി ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താഴെ അതും കൂടി എൻട്രി ചെയ്ത ശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ്. ഇതിനും താഴെ ഒരു നോട്ടുണ്ട്, അതായത് ന്യൂ ബോൺ ചിൽഡ്രനെയും കൂടി ഒപ്പം ആഡ് ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആവൂ. അപ്പോൾ അതൊരു നല്ല രീതിയാണ്. അതാണ് താഴെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളത് കൊടുത്തതിന് ശേഷം കുട്ടിയുടെ ഡീറ്റെയിൽസ് അടിക്കാൻ പറ്റും. കുട്ടിയുടെ ഡീറ്റെയിൽസ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ആധാറൊക്കെ അമ്മയുടെ കറക്റ്റായി വന്നിട്ടുണ്ടായിരിക്കും. അതൊന്നും വീണ്ടും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുട്ടിക്ക് പേരുണ്ടെങ്കിൽ പേര്, പിന്നെ കുട്ടിക്ക് പേരില്ലെങ്കിൽ ബേബി ഓഫ് എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ. അതേപോലെ ആധാർ നമ്പർ വന്നിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടാവും അമ്മയുടെ. അതിൻ്റെ താഴെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ആധാരത്ത് അതേപോലെ പേരും എല്ലാം ഒരേ സമയത്ത് വരികയാണ്. നമ്മൾ കൂടുതലായിട്ട് ഒന്നും എൻട്രി ചെയ്യേണ്ടില്ല. ഫോൺ നമ്പർ എല്ലാം വന്നിട്ടുണ്ട്. നമ്മളൊന്നും എൻട്രി ചെയ്യണില്ല, പക്ഷേ ഒപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് മാത്രം. താഴെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഹൈറ്റും വെയ്റ്റും എല്ലാം വന്നിട്ടുണ്ടാവും. ജസ്റ്റ് കാറ്റഗറി ഏതാണോ ആ കാറ്റഗറി മാത്രം കൊടുക്കുക. കാറ്റഗറി കൊടുത്തതിന് ശേഷം താഴെ റെസിഡൻറ്റ് ടൈപ്പ് കഴിഞ്ഞ ഒരു അപ്ഡേറ്റിൽ വന്നതാണ്. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ളവരെ വെച്ച് പെർമനൻറ്റ്, ടെമ്പററി എന്ന് കൊടുക്കുക. പെർമനൻറ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബെനിഫിഷ്യറി കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും, അതിൽ വന്നോളും.
അപ്പോൾ നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എറർ മെസ്സേജാണ് വന്നത്. നമുക്ക് എന്താ ഇപ്പം ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പോഴും പ്രഗ്നൻറ്റ് മദറിൽ ആ പേര് കിടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലാക്ടേറ്റിംഗ് മദറിലും അതേപോലെ 0 to 6 എന്താണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോഴും PMൽ കിടക്കുന്നുണ്ട്. ലാക്ടേറ്റിംഗ് മദറിൽ നീതു മറിയം മാത്യു വന്നിട്ടുണ്ട്. അതേപോലെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലാക്ടേറ്റിംഗ് മദറിൽ വന്നിട്ടുണ്ട്. 0 to 6 ബേബി ഓഫ് നീതു അവിടെയും വന്നിട്ടുണ്ട്. രണ്ടിടത്തും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. PM എന്ന് പക്ഷേ പോയിട്ടില്ല. ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി പോകും. ചിലപ്പോൾ ഇപ്പോൾ പോകാതിരിക്കുന്നത് മാത്രം അതെന്തെങ്കിലും ഒരു റീഫ്രഷൊക്കെ ചെയ്തെന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും വന്നിട്ടുണ്ട്. അതായത് 0 to 6 മന്തിലും വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് നോക്കിയാണ് എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഇത് കഴിഞ്ഞിട്ടും വേറെയും ബെനിഫിഷ്യറീസിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ PMൽ നോക്കി നോക്കാം. അപ്പോൾ 2 കിടക്കുന്നത്. അതായത് നേരത്തെ 3 ഉണ്ടായിരുന്നത്. ഇപ്പോൾ നീതു മറിയത്തെ കാണുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ LMലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ 0 to 6 എടുക്കുന്ന സമയത്തും ബേബി ഓഫ് നീതു എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അടുത്ത അപ്ഡേറ്റ് നമുക്ക് നോക്കി നോക്കാം. അതായത് ന്യൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഡെലിവറി സമയത്ത് അഡീഷണൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മിസ്കാരേജ്, അബോർഷൻ, സ്റ്റിൽ ബർത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കുറച്ച് ചേഞ്ചുകൾ വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഒക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പേരും അതേപോലെ ഏജും എത്രയാണ് പ്രഗ്നൻസി മന്ത് വന്നിട്ടുണ്ട്. മിസ്കാരേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡേറ്റ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അതേപോലെ അബോർഷൻ ആണെങ്കിലും സ്റ്റിൽ ബർത്ത് ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതായത് കാണുന്ന ആ ഡാഷ്ബോർഡിൽ കാണുന്ന ഇതിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും കൂടി നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഡേറ്റ് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഏത് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും നിർഭാഗ്യവശാൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മിസ്കാരേജ്, അബോർഷൻ എന്തായാലും രേഖപ്പെടുത്താനും ഉള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് അടുത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആധാർ നമ്പർ ഈസ് മാസ്ക്ഡ് ഓൺ വെരിഫൈ ആധാർ ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഡാഷ്ബോർഡിൽ പോയിട്ട് ആ വെരിഫൈ ആധാറുള്ള ടീച്ചറുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഡീറ്റെയിൽസ് എടുത്തതിന് ആധാർ വെരിഫൈ ആവാത്ത ആളുടെ ഡീറ്റെയിൽസ് കിട്ടും. അത് ജസ്റ്റ് അമർത്തി കൊടുക്കുന്ന സമയം മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആധാർ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ആധാർ നമ്പർ മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നമുക്കത് വെരിഫൈ ആധാർ കൊടുക്കാം. ടീച്ചർ ചെയ്ത തന്നെയാണ്. വെരിഫൈ ആധാർ കൊടുത്താൽ വെരിഫൈ ആയിക്കോളും. കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാത്തവരൊക്കെ ഈ വെരിഫൈ ആധാർ കൊടുത്തിട്ട് ഫുൾ ആൾക്കാരുടെ ആധാർ വെരിഫൈ ചെയ്യാൻ ശ്രമിക്കണം. വെരിഫൈ ആധാർ കൊടുത്തിട്ട് ആധാർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്ഡേറ്റിൽ വന്നിരുന്നത്. പിന്നെ നോർമൽ ബഗ് ഫിക്സസും. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ എല്ലാവർക്കും കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ അപ്ഡേറ്റിൽ കുറച്ച് നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും പെൻഡിങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാതും കറക്റ്റാക്കുക. താങ്ക് യു.